ഹലോ ഡേഡീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം. അങ്ങനെ നിഫ്റ്റി ഇന്നലെ 200 പോയിൻ്റ് അകലെ മാത്രം ഓൾ ടൈം ഹൈയുടെ പരിസരത്ത് എത്തി. കൂടാതെ പൊതുവേ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. US മാർക്കറ്റ് എസ്പെഷ്യലി പോസിറ്റീവായിരുന്നു. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് FAS ഇന്ത്യൻ മാർക്കറ്റിൽ ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയിൽ അവർ ബയേഴ്സായിരുന്നു. ടോട്ടൽ ബൈയിങ് ഫിഗർ എന്ന് പറയുന്നത് 2262 കോടി രൂപയാണ്. അതായത് അവർ ഒരു ദിവസം സെല്ല് ചെയ്യുന്നതിൻ്റെ പകുതിയാണ് 5 ദിവസം കൊണ്ട് ബൈ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ കൂടിയും 5 ദിവസം ബൈ ആയിരുന്നു എന്നുള്ളതൊരു പോസിറ്റീവാണ്. കൂടാതെ ഇന്നത്തേക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. SBI ലൈഫ്, SBI കാർഡ്, ഡോക്ടർ റെഡ്ഡി, ആദിത്യ ബിർള AMC, ITC ഹോട്ടൽ, കോഫോർജ്, അങ്ങനെ കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. കൂടാതെ ഇന്ന് നിങ്ങൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ 2-3 വട്ടം ആലോചിക്കുക. കാരണം US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ദിവസം, ഇന്ത്യയുടെയും US-ൻ്റെയും സർവീസ് PMI ഡേറ്റ വരുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക, ആലോചിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാൻ ഏറ്റവും താഴെ കാണാം. US VIX 10% കൂൾ ഡൗൺ ആയി 14, നാസ്ഡാക്ക് 200 പോയിൻറ്റ്, ഡോ 144 പോയിൻറ്റ്. മുകളിലുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവേ പോസിറ്റീവായ രീതിയിലും, ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ 2300, ഗോൾഡ് XAU/USD $13 എന്ന നിലയിലൊക്കെ പോസിറ്റീവായ രീതിയിൽ നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. ഇനി നേരെ നമ്മളുടെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷനൊന്നുമല്ല, കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ഹീറോ മോട്ടോകോർപ്പ് അവർ UK ഇവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. പ്രീമിയർ എനർജി കമ്പനി 51% സ്റ്റേക്ക് കെ സോളാർ എനർജിയിൽ 86 കോടി രൂപ മുടക്കി അവർ അക്യൂർ ചെയ്തു. സാഗർ സിമൻറ്റ് കമ്പനി ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്കിൽ കൂടിയും ലോസ് കുറച്ചുകൊണ്ട് വന്നു. 55 നിന്ന് 42 കോടി രൂപയിലേക്ക് ലോസ് കുറഞ്ഞു. NTPC ഗ്രീൻ കമ്പനി അവർ 9 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ളൊരു വിൻഡ് പ്രൊജക്റ്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു ഗുജറാത്തിൽ നിന്ന്. സേരമ STS ടെക്നോളജി കമ്പനി കെ സോളാർ എനർജിയുടെ 49% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സിപ്ല ഇവർ ലില്ലി എന്ന് പറഞ്ഞൊരു മേജർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ടൊരു മാർക്കറ്റിംഗ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സിപ്ല ഫാർമ കമ്പനിയാണ്. ബയോകോൺ മറ്റൊരു ഫാർമ കമ്പനി, പുതിയ മെഡിസിന് കാനഡയിൽ അംഗീകാരം ലഭിച്ചു. PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസ് റിസൾട്ട് വന്നപ്പോൾ 47 നിന്ന് പ്രോഫിറ്റ് 88 കോടി രൂപയിലേക്ക് ഉയർന്നു. ARSS ഇൻഫ്ര കമ്പനിക്ക് 165 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സിഞ്ചിൻ ഇൻ്റർനാഷണൽ കമ്പനി ഇവരുടെ ബയോ കൺജഷൻ ഫെസിലിറ്റി കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടപോലെ തന്നെ US നിന്ന് മേജർ ഈവൻ്റ് വരുന്ന ഒരു ദിവസമാണ് ഉള്ളത്. മാർക്കറ്റ് പൊതുവേ വോളറ്റിലിറ്റി ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹയർ ലെവൽസിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈസ് ആക്ഷനൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഡബിൾ ടോപ്പായാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അതായത് രണ്ടാമതും ആ ഒരു ഹൈയിൽ വന്നപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വന്നൊരു കാഴ്ചയാണുള്ളത്. നമ്മൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി ആക്യുറസി കിട്ടും. ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ.